സേതുമാധവനും മീനാക്ഷിയും അവരുടെ 2 മക്കളായ നരനും നന്ദനയും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. വീട്ടിലെപ്പോഴും ചിരിയും സംസാരവും നിറഞ്ഞിരുന്നു. നരൻ വീട്ടിലെ മൂത്ത മകനാണ്. ശാന്ത സ്വഭാവമുള്ള ഒരു യുവാവ്. നന്ദന അവനേക്കാൾ ചെറുപ്പം. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി. അച്ഛനും അമ്മയും അവളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അവൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറും. സേതുമാധവൻ പലപ്പോഴും ചിരിച്ചുകൊണ്ട് പറയാറുണ്ട്, ഈ വീട്ടിലെ സന്തോഷം മുഴുവൻ നന്ദന മോളാണെന്ന്. മീനാക്ഷിയും മകളെ സ്നേഹത്തോടെ നോക്കാറുണ്ട്. നരനും തന്റെ അനിയത്തിയെ വളരെ ഇഷ്ടമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ നരന്റെ വിവാഹത്തെക്കുറിച്ച് വീട്ടിൽ സംസാരം തുടങ്ങി. അധികം വൈകാതെ തന്നെ ലക്ഷ്മി എന്ന പെൺകുട്ടിയുമായി നരന്റെ വിവാഹം നിശ്ചയിച്ചു. വിവാഹ ദിവസം വീട്ടിൽ വലിയ ആഘോഷമായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ഒത്തുകൂടി. എല്ലാവരും സന്തോഷത്തോടെ തിരക്കിലായിരുന്നു. നന്ദന ആ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു നടന്നു. അവൾ ചേട്ടന്റെ വിവാഹ ഒരുക്കങ്ങളിൽ എല്ലായിടത്തും ഓടിക്കൊണ്ടിരുന്നു. വിവാഹം ഭംഗിയായി നടന്നു. ലക്ഷ്മി ആ വീട്ടിലേക്ക് പുതുമകളോടെ കയറി വന്നു. ആദ്യ ദിവസങ്ങളിൽ അവൾ എല്ലാവരോടും സാധാരണ പോലെ പെരുമാറി. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവളുടെ മനസ്സിലൊരു അസ്വസ്ഥത വളരാൻ തുടങ്ങി. വീട്ടിൽ എല്ലാവരും നന്ദനയെ സ്നേഹിക്കുന്നത് അവൾക്കിഷ്ടമായില്ല. ചെറിയ കാര്യങ്ങൾ പോലും അവൾക്ക് പ്രശ്നമായി തോന്നി. ചിലപ്പോൾ അവൾ നരനോട് പരാതി പറയും. ഈ വീട്ടിൽ എല്ലാവർക്കും നന്ദന മാത്രമാണ് പ്രധാനം എന്നവൾ പറഞ്ഞു തുടങ്ങി. ആദ്യം നരനത് ഗൗരവമായി എടുത്തില്ല. പക്ഷെ ദിവസങ്ങൾ കടന്നപ്പോൾ അവനും ലക്ഷ്മിയുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി. വീട്ടിലെ ശാന്തത പതുക്കെ കുറഞ്ഞു തുടങ്ങി. മുമ്പ് ചിരിയാലും സംസാരത്താലും നിറഞ്ഞിരുന്ന ആ വീട് ഇപ്പോൾ പലപ്പോഴും നിശബ്ദതയുടെ കൂടാരമായി മാറി. അത് സേതുമാധവനെയും മീനാക്ഷിയെയും വിഷമിപ്പിച്ചു. അതിനിടയിൽ ഒരു ദിവസം അപ്രതീക്ഷിതമായ ഒരു ദുരന്തം ആ കുടുംബത്തെ തേടിയെത്തി. എന്തൊക്കെയോ ആവശ്യത്തിന് പുറത്തുപോയ സേതുമാധവനും മീനാക്ഷിയും തിരികെ വരുമ്പോൾ വഴിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ 2 പേരും ജീവൻ വെടിഞ്ഞു. ആ വാർത്ത വീട്ടിലെത്തിയപ്പോൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറിപ്പോയി. നന്ദന കരഞ്ഞുകൊണ്ട് തളർന്നു വീണു. അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അച്ഛനും അമ്മയും ഇല്ലാതെ അവൾക്ക് അവളുടെ ലോകം തന്നെ ശൂന്യമായി തോന്നി. കുറച്ചു ദിവസങ്ങൾ വീട്ടിൽ നിശബ്ദത മാത്രമായിരുന്നു. എന്നാൽ ആ സമയം കഴിഞ്ഞതോടെ നന്ദനയുടെ ജീവിതം കൂടുതൽ കഠിനമായി. ഇപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ലക്ഷ്മിയുടെ നിയന്ത്രണത്തിലായി. അവൾ നന്ദനയോട് കടുപ്പത്തോടെ പെരുമാറാൻ തുടങ്ങി. വീട്ടിലെ എല്ലാ ജോലികളും നന്ദനയെ ചെയ്യിപ്പിച്ചു. രാവിലെ മുതൽ രാത്രി വരെ അവൾക്ക് വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നു. പാത്രങ്ങൾ കഴുകണം, അടുക്കള വൃത്തിയാക്കണം, വീട് തൂത്തുവാരണം, വെള്ളം കൊണ്ടുവരണം. എല്ലാം അവൾ തന്നെയായിരുന്നു. ചിലപ്പോൾ അവൾ ക്ഷീണിച്ചു നിന്നു പോകും. ആ സമയത്ത് ലക്ഷ്മിയുടെ ശാസന കേൾക്കേണ്ടി വരും. ഇവിടെ നിന്നെ വെറുതെ പോറ്റാൻ പറ്റില്ല എന്നവൾ പറയുമ്പോൾ നരൻ ലക്ഷ്മിയുടെ വാക്കുകൾക്കൊപ്പം നിന്നു. മുമ്പ് അവളെ സ്നേഹിച്ചിരുന്ന ചേട്ടൻ ഇപ്പോൾ പലപ്പോഴും അവളെ ശാസിക്കാൻ തുടങ്ങി. ആ വീട്ടിൽ നന്ദനയ്ക്ക് ഒരാൾ പോലും കൂട്ടായി ഇല്ലാതായി. അവൾക്ക് കരയാനല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ അവൾ മുറിയിലേക്ക് പോയി ഒറ്റയ്ക്ക് കരയും. അച്ഛനെയും അമ്മയെയും ഓർമ്മ വരുമ്പോൾ അവളുടെ ഹൃദയം കൂടുതൽ വേദനിക്കും. അച്ഛാ, നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു എന്നവൾ പറഞ്ഞ് കരയാറുണ്ട്. പക്ഷെ അവളുടെ വാക്കുകൾ കേൾക്കാൻ അവിടെ ആരുമില്ല. അങ്ങനെ ഒരു വൈകുന്നേരം വീട്ടിന്റെ മുന്നിൽ ഒരു വൃദ്ധൻ ഭിക്ഷ ചോദിക്കാൻ വന്നു. പഴകിയ വസ്ത്രം ധരിച്ച ക്ഷീണിച്ച ശരീരമുള്ള ആ മനുഷ്യൻ വാതിലിനരികിൽ നിന്നു. നന്ദന അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവൾ അയാളെ നോക്കി. അവളുടെ ഉള്ളിൽ അത്ര വേദനയുണ്ടായിരുന്നിട്ടും അവൾ അത് പുറത്തു കാണിച്ചില്ല. അവൾ ചിരിച്ചുകൊണ്ട് ഒരു പാത്രം ചോറെടുത്ത് ആ ഭിക്ഷക്കാരന് കൊടുത്തു. വൃദ്ധൻ അത് വാങ്ങിയ ശേഷം അവളെ ഒന്ന് നോക്കി പതുക്കെ പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയുടെ മനസ്സിൽ ഒരു നിമിഷം ശാന്തത തോന്നി. അതേസമയം ലക്ഷ്മി പുറത്തേക്ക് വന്നു. അവൾ ആ കാഴ്ച കണ്ടപ്പോൾ കോപത്തോടെ പറഞ്ഞു, ഇവിടെ എന്താണ് നടക്കുന്നത്? അവൾ വൃദ്ധനെ നോക്കി. ഇവിടുന്ന് പോകൂ, ഇനി ഇവിടെ കണ്ടുപോവരുത് എന്നവൾ കടുപ്പത്തോടെ പറഞ്ഞു. വൃദ്ധൻ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. ലക്ഷ്മി പിന്നെ നന്ദനയിലേക്ക് തിരിഞ്ഞു. നിനക്ക് ഇതാണപ്പോ ജോലി അല്ലേ എന്നവൾ ശാസിച്ചു. നന്ദന ഒന്നും പറയാതെ തല കുനിച്ചു നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി. വാതിലടച്ചതും അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവൾ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ചു, എന്റെ ജീവിതം എപ്പോഴെങ്കിലും മാറുമോ ഇനി എന്ന ചോദ്യമാണ് അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയർന്നത്. എന്നാൽ അവൾക്കറിയില്ലായിരുന്നു, അവളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന കഥയുടെ തുടക്കം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന്. അടുത്ത ദിവസം രാവിലെ നന്ദന പതിവ് പോലെ വളരെ നേരത്തെ എഴുന്നേറ്റു. വീട്ടിലെല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അവൾ അടുക്കളയിൽ ജോലികൾ തുടങ്ങി. പാത്രങ്ങൾ കഴുകി, അടുക്കള വൃത്തിയാക്കി, ചായയുണ്ടാക്കി. അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന കാലത്ത് ആ വീട്ടിൽ ഇങ്ങനെ ഒരു കഠിനമായ നിശബ്ദത ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോ ദിവസവും അവൾക്ക് ഒരേപോലെ തന്നെ തോന്നി. ജോലി ചെയ്യുക, ശാസനകൾ കേൾക്കുക, പിന്നെ വീണ്ടും ജോലി ചെയ്യുക.
അങ്ങനെ തന്നെയായിരുന്നു അവളുടെ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നത്. കുറച്ചു സമയം കഴിഞ്ഞ് ലക്ഷ്മി അടുക്കളയിലേക്ക് വന്നു. നന്ദനയെ നോക്കി അവൾ പറഞ്ഞു, ഇവിടെ ഇത്രയും ജോലി ഇനിയും ബാക്കിയുണ്ടോ? നീ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? നന്ദന ഒന്നും പറയാതെ ജോലി തുടർന്നു. കുറച്ചു സമയത്തിന് ശേഷം നരനും എഴുന്നേറ്റു. ലക്ഷ്മി ഉടനെ അവനോട് പരാതി പറയാൻ തുടങ്ങി. ഇവൾ ഇവിടെ ഒരു കാര്യങ്ങളും ശരിയായി ചെയ്യുന്നില്ല എന്നവൾ പറഞ്ഞു. നരൻ കോപത്തോടെ നന്ദനയെ നോക്കി. നിന്നോട് എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ലേ നന്ദു? ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയുടെ മനസ്സിൽ വേദന നിറഞ്ഞു. പക്ഷെ അവൾ ഒന്നും പറയാതെ തല കുനിച്ചു നിന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവൾ വെള്ളം കൊണ്ടുവരാൻ പുറത്തേക്ക് പോയി. വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പതുക്കെ വീണു. ആരും കാണാതെ അവൾ അവിടെ നിന്ന് കരഞ്ഞു. പിന്നെ കണ്ണുനീർ തുടച്ച് വീണ്ടും വീട്ടിലേക്ക് നടന്നു. അവൾക്കറിയാമായിരുന്നു ആ വീട്ടിൽ അവളുടെ വേദന കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ലെന്ന്. വൈകുന്നേരമായപ്പോൾ വീട്ടിൽ വീണ്ടും തിരക്കായി. നന്ദന അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിന്റെ മുന്നിൽ ഒരാൾ വന്നു വിളിച്ചു, അമ്മേ, അല്പം ഭക്ഷണം തരാമോ? ആ ശബ്ദം കേട്ടപ്പോൾ നന്ദന പുറത്തേക്ക് വന്നു. വാതിലിനരികിൽ നിൽക്കുന്നത് അതേ വൃദ്ധനായ ഭിക്ഷക്കാരനായിരുന്നു. അയാളെ കണ്ടപ്പോൾ നന്ദനയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി തെളിഞ്ഞു. അവൾ അടുക്കളയിൽ പോയി ഒരു പാത്രത്തിൽ വീണ്ടും ചോറെടുത്തു. പുറത്തേക്ക് വന്ന് അത് അയാളുടെ കയ്യിൽ കൊടുത്തു. വൃദ്ധൻ അവളെ നോക്കി. അവളുടെ മുഖത്ത് ക്ഷീണമുണ്ടെങ്കിലും അവൾ ചിരിക്കാൻ ശ്രമിക്കുന്നതായി അയാൾ ശ്രദ്ധിച്ചു. നീ എല്ലായ്പ്പോഴും ഇങ്ങനെ ചിരിക്കാറുണ്ടോ മോളെ എന്ന് അയാൾ ചോദിച്ചു. നന്ദന കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, ചിരിക്കാതെ എന്ത് ചെയ്യാനാ? ആ വാക്കുകൾ കേട്ടപ്പോൾ വൃദ്ധൻ ഒരു നിമിഷം മിണ്ടാതായി. അപ്പോൾ ലക്ഷ്മി പുറത്തേക്ക് വന്നു. അവൾ ആ കാഴ്ച കണ്ടപ്പോൾ കോപത്തോടെ പറഞ്ഞു, ഇവിടെ വീണ്ടും വന്നോ നിങ്ങൾ? അവൾ വൃദ്ധനെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. ഇവിടെ നിന്ന് പോകൂ, ഇവിടെ നിങ്ങളെ പോറ്റാൻ ആരുമില്ല. വൃദ്ധൻ ഒന്നും പറഞ്ഞില്ല. അയാൾ പതുക്കെ തിരിഞ്ഞു നടന്നു. പോകുമ്പോൾ ഒരു നിമിഷം കൂടി നന്ദനയെ നോക്കി. ആ നോട്ടത്തിൽ എന്തോ ആഴമുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ആ നിമിഷം ആരും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ല. ലക്ഷ്മി പിന്നെ നന്ദനയിലേക്ക് തിരിഞ്ഞു. നിനക്കിത് തന്നെയാണോ ജോലി ഇവിടെ എന്ന് അവൾ ശാസനയോടെ പറഞ്ഞു. നന്ദന ഒന്നും പറയാതെ അടുക്കളയിലേക്ക് പോയി. അവളുടെ മനസ്സിൽ വീണ്ടും അതേ വേദന നിറഞ്ഞിരുന്നു. ആ രാത്രി വീട്ടിൽ എല്ലാവരും ഉറങ്ങാൻ പോയപ്പോൾ ലക്ഷ്മി നരനോട് സംസാരിച്ചു. അവളുടെ മനസ്സിൽ ഒരു തീരുമാനം അതിനകം ഉടലെടുത്തിരുന്നു. നമുക്ക് നന്ദനയെ ഇനി ഇവിടെ നിർത്തേണ്ട, അവൾ പറഞ്ഞു. നരൻ അവളെ ആശ്ചര്യത്തോടെ നോക്കി. എന്തു ചെയ്യാനാ നിന്റെ പ്ലാൻ എന്ന് അവൻ ചോദിച്ചു. ലക്ഷ്മി കുറച്ചു നിമിഷം ഒന്ന് ആലോചിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു, നമുക്ക് അവളെ വിവാഹം കഴിപ്പിക്കാം. നരൻ അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ലക്ഷ്മി ഒന്ന് ചിരിച്ചു. ഇന്നലെ വന്ന ആ ഭിക്ഷക്കാരനില്ലേ, നമുക്ക് അവളെ അയാളെ കൊണ്ട് കെട്ടിക്കാം, അവൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ നരൻ ഒന്ന് ഞെട്ടി. നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത് ലക്ഷ്മി എന്ന് അവൻ ചോദിച്ചു. ലക്ഷ്മി തലയാട്ടി. അതെ അതെ, അയാളുടെ കൂടെയുള്ള വിവാഹം നടന്നാൽ പിന്നെ നമുക്ക് ഈ ശല്യം സഹിക്കേണ്ടി വരില്ല, അവൾ പറഞ്ഞു. കുറച്ചു നിമിഷം നരൻ മിണ്ടാതെയിരുന്നു. പിന്നെ അവനും പതുക്കെ സമ്മതിച്ചു. ശരി, നീ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം. ആ തീരുമാനത്തോടെ അവരുടെ സംഭാഷണം അവസാനിച്ചു. പക്ഷേ ആ സമയം മുറിയുടെ മറുവശത്ത് നന്ദന ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അവൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അവൾ അച്ഛനെയും അമ്മയെയും ഓർത്ത് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ജീവിതത്തിൽ വലിയൊരു തീരുമാനമാണ് എടുത്തതെന്ന് അവൾക്കറിയില്ല. എന്നാൽ ആ തീരുമാനം അവളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവത്തിന്റെ തുടക്കമായിരുന്നു. അടുത്ത ദിവസം രാവിലെ വീട്ടിലൊരു വിചിത്രമായ നിശബ്ദതയുണ്ടായിരുന്നു. സാധാരണയായി ലക്ഷ്മിയുടെ ശബ്ദം പുലർച്ചെ കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസം അവൾ എന്തോ ചിന്തിക്കുന്നത് പോലെ ശാന്തയായി ഇരിക്കുകയായിരുന്നു. നന്ദന പതിവ് പോലെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. അവൾക്കൊന്നും അറിയില്ല. എന്നാൽ ലക്ഷ്മിയുടെ മനസ്സിൽ കഴിഞ്ഞ രാത്രിയിലെടുത്ത തീരുമാനം മാത്രം തിരിഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവൾ നരനോട് വീണ്ടും പറഞ്ഞു, ഇത് അധികം നീട്ടരുത്, എത്രയും വേഗം നമുക്ക് നന്ദനയുടെ കല്യാണം നടത്തണം. നരൻ കുറച്ചു നിമിഷം മിണ്ടാതെയിരുന്നു. അവന്റെ മനസ്സിൽ ചെറിയൊരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ലക്ഷ്മിയുടെ ഉറച്ച നിലപാട് അവന്റെ ആശങ്ക മാറ്റി. ശരി, നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാം, അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ മുഖത്തൊരു തൃപ്തി തെളിഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞ് അവൾ നന്ദനയെ വിളിച്ചു. നന്ദന, ഇവിടെ ഒന്ന് വന്നേ, അവൾ പറഞ്ഞു. നന്ദന അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു. നിന്നോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, ലക്ഷ്മി പറഞ്ഞു. നന്ദന ശാന്തമായി അവളെ നോക്കി. നിന്റെ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയൊന്ന് ഞെട്ടി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ വിവാഹമോ? അവൾ വിറച്ചു ചോദിച്ചു. ലക്ഷ്മി തലയാട്ടി. അതെ, ഇനിയും നിന്നെ ഇവിടെ നിർത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിന്റെ വിവാഹം നടത്തി പെട്ടെന്ന് ഇവിടെ നിന്ന് നിന്നെ ഒഴിവാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, അവൾ പറഞ്ഞു. നന്ദനയുടെ മനസ്സിൽ ഭയം നിറഞ്ഞു. എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി വന്ന ആൾ
എന്നവൾ ചോദിച്ചു. ലക്ഷ്മി കുറച്ചു നിമിഷം അവളെ നോക്കി. പിന്നെ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, ഇന്നലെ വന്ന ആ ഭിക്ഷക്കാരനെ കണ്ടില്ലേ നീ? അവൻ തന്നെ. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയുടെ ലോകം ഒരു നിമിഷം നിശ്ചലമായി. അവൾക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. നന്ദനയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ചേച്ചി, ദയവായി ഇങ്ങനെ പറയരുത്, അവൾ അപേക്ഷിച്ചു. അവളുടെ ശബ്ദത്തിൽ വലിയ വേദനയുണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്മിയുടെ മനസ്സ് ഒരു നിമിഷം പോലും മാറിയില്ല. ഇവിടെ നിന്നെ ഞങ്ങൾ എത്ര കാലം പോറ്റും? അവൾ ചോദിച്ചു. ഇതാണ് നിന്റെ കാര്യത്തിൽ ഞങ്ങളെടുത്ത ശരിയായ തീരുമാനം. നന്ദന ഉടനെ നരനെ നോക്കി. ചേട്ടാ, ചേട്ടനെങ്കിലും ഒന്ന് പറയേ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നരൻ തലയാട്ടി. അവന്റെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിലും അവനൊന്നും പറഞ്ഞില്ല. ആ നിമിഷം നന്ദനയ്ക്ക് എല്ലാം മനസ്സിലായി. ഈ വീട്ടിൽ ഇനി തന്റെ വാക്കുകൾക്ക് വിലയില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി. അവളുടെ ഹൃദയം തകർന്നു പോയിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാതെ അവൾക്ക് ആരുമില്ലെന്ന് അവൾ ആ നിമിഷം പൂർണ്ണമായും ബോധ്യമായി. അവൾ കിടക്കയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു. ഞാൻ എന്താണ് ചെയ്തത്? എന്റെ ജീവിതം ഇങ്ങനെയായി പോവാൻ എന്നായിരുന്നു അവളുടെ ചിന്ത. പക്ഷേ അവളുടെ കരച്ചിൽ കേൾക്കാൻ ആരും വന്നില്ല. മറുവശത്ത് ലക്ഷ്മി തന്റെ തീരുമാനം നടപ്പാക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങി. അവൾ ഗ്രാമത്തിലെ ഒരാളോട് കേശവൻ എന്ന പേരുള്ള ആ വൃദ്ധൻ ഭിക്ഷക്കാരനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. വൈകുന്നേരം കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കേശവൻ വീടിന്റെ മുന്നിലെത്തി. അവൻ പതിവ് പോലെ ശാന്തനായിരുന്നു. ലക്ഷ്മി നേരെ അവന്റെ മുന്നിൽ ചെന്നു. നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അവൾ പറഞ്ഞു. കേശവൻ അവളെ നോക്കി. നിനക്ക് ഒരു വിവാഹമൊക്കെ കഴിക്കണ്ടേ? അവൾ ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ കേശവൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ ശാന്തമായി ചോദിച്ചു, ഈ പ്രായത്തിൽ ഞാൻ അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയാൽ കല്യാണം കഴിക്കില്ലേ? പെൺകുട്ടിയെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കും. എങ്കിൽ കേട്ടോളൂ, നിനക്ക് വേണ്ടി ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. ആരാണ് ആ പെൺകുട്ടി? അയാൾ അതിശയത്തോടെ ചോദിച്ചു. ലക്ഷ്മി നന്ദനയെ കാണിച്ചു. ഇവളാണ്, അവൾ പറഞ്ഞു. കുറച്ചു നിമിഷം കേശവൻ നന്ദനയെ നോക്കി. അവന്റെ മുഖത്ത് ഒരു വിചിത്രമായ ശാന്തതയുണ്ടായിരുന്നു. ശരി, അവൻ പതുക്കെ പറഞ്ഞു. ആ മറുപടി കേട്ടപ്പോൾ ലക്ഷ്മി സന്തോഷിച്ചു. അപ്പോൾ നാളെ തന്നെ നമുക്ക് വിവാഹം നടത്താം, അവൾ പറഞ്ഞു. എല്ലാം വളരെ വേഗത്തിൽ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ ഒരു ചെറിയ ക്ഷേത്രത്തിൽ വിവാഹം നടത്താൻ തീരുമാനമായി. നന്ദനയ്ക്ക് ഒന്നും പറയാൻ അവസരം പോലും ലഭിച്ചില്ല. അവൾ മുറിയിൽ ഇരുന്നു കൊണ്ട് നിശബ്ദമായി കരഞ്ഞു. അടുത്ത ദിവസം രാവിലെ അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് ലക്ഷ്മിയായിരുന്നു. ലക്ഷ്മി അവൾക്ക് ഒരു പഴയ സാരി കൊടുത്തു. ഇത് ധരിക്കൂ, അവൾ പറഞ്ഞു. നന്ദനയുടെ കൈകൾ വിറച്ചു. അവൾക്ക് അപ്പോഴും ഇതെല്ലാം ഒരു ദുസ്വപ്നം പോലെ തോന്നി. കുറച്ചു സമയം കഴിഞ്ഞ് അവർ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുരോഹിതൻ മന്ത്രങ്ങൾ ചൊല്ലി. നന്ദനയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. എന്നാൽ ആരും അത് ശ്രദ്ധിച്ചില്ല. കുറച്ചു നിമിഷങ്ങൾക്കകം കേശവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. ആ നിമിഷം അവളുടെ ജീവിതം പൂർണ്ണമായും മാറി. വിവാഹം കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞുപോയി. ലക്ഷ്മിയുടെ മുഖത്ത് ഒരു തൃപ്തിയുണ്ടായിരുന്നു. അവൾക്ക് തന്റെ പ്രശ്നം തീർന്നതുപോലെ തോന്നി. എന്നാൽ നന്ദനയുടെ മനസ്സിൽ വലിയ ശൂന്യത മാത്രം ബാക്കി നിന്നു. കേശവൻ അവളോട് പറഞ്ഞു, വാ നമുക്ക് പോകാം. നന്ദന പതുക്കെ അയാളെ പിന്തുടർന്നു. അവൾക്ക് മുന്നിൽ എന്താണ് കാത്തിരിക്കുന്നത് എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ അവളുടെ ജീവിതം ഇപ്പോൾ ഒരു അജ്ഞാത വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എന്നത് അവൾക്ക് വ്യക്തമായി ബോധ്യമായി. ക്ഷേത്രത്തിലെ ചെറിയ ചടങ്ങ് കഴിഞ്ഞതോടെ എല്ലാം വളരെ വേഗത്തിൽ അവസാനിച്ചു. കുറച്ചാളുകൾ മാത്രമുണ്ടായിരുന്ന ആ സ്ഥലത്ത് ആരും അധികം സംസാരിച്ചില്ല. എല്ലാവരും അവരുടെ വഴിക്ക് പോയി. നന്ദന കുറച്ചു നിമിഷങ്ങൾ അവിടെ തന്നെ നിശബ്ദമായി നിന്നു. അവളുടെ കഴുത്തിൽ പുതിയതായി കെട്ടിയ താലി കാറ്റുവന്ന് തഴുകിക്കൊണ്ടിരുന്നു. ആ താലിയുടെ ഭാരമെന്നത് അവളുടെ മനസ്സിനുള്ളിൽ കൂടുതൽ ഭാരമായി തോന്നി. ലക്ഷ്മിയും നരനും അവിടെ നിന്ന് തിരിഞ്ഞു പോകാൻ തയ്യാറായി. ലക്ഷ്മി ഒരു നിമിഷം നന്ദനയെ നോക്കി. എല്ലാം കഴിഞ്ഞു, ഇനി നിനക്ക് പോകാം എന്നായിരുന്നു അവളുടെ അവസാന വാക്ക്. നരൻ ഒരു നിമിഷം അവളെ നോക്കിയെങ്കിലും ഒന്നും പറഞ്ഞില്ല. അവർ രണ്ടുപേരും നടന്നു നീങ്ങി. നന്ദന അവരെ നോക്കി നിന്നു. ഒരിക്കൽ തന്റെ ലോകമായിരുന്ന ആ വീട്, ആ ആളുകൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് അവൾക്ക് അന്യമായി മാറിയിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. അപ്പോൾ കേശവൻ പതുക്കെ അവളുടെ അടുത്തെത്തി. അയാളുടെ ശബ്ദം ശാന്തമായിരുന്നു. വാ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അയാൾ പറഞ്ഞു. നന്ദന ഒന്നും പറയാതെ തലയാട്ടി. അവൾക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരികെ പോകാനുള്ള സ്ഥലം അവൾക്കില്ലെന്ന് മനസ്സിലായി. അവൾ പതുക്കെ കേശവന്റെ പിന്നാലെ നടന്നു. ക്ഷേത്രത്തിന്റെ പടികൾ ഇറങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ അലയടിച്ചു. ഇതാണോ എന്റെ ജീവിതം എന്ന ചോദ്യമാണ് അവളെ വീണ്ടും വീണ്ടും അലട്ടിയത്. അവർ കുറച്ചു ദൂരം നടന്നു. വഴിയിലൂടെ ആരും അധികം സംസാരിച്ചില്ല. കേശവൻ പതുക്കെ മുന്നോട്ട് നടന്നു. നന്ദന അയാളെ പിന്തുടർന്നു.
കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ റോഡരികിലെത്തി. അവിടെ ഒരു കാർ നിൽക്കുന്നത് നന്ദന ശ്രദ്ധിച്ചു. അതവൾക്ക് അതിശയമായി തോന്നി. അവൾ ഒരു നിമിഷം നിന്നു. കേശവൻ ആ കാറിന്റെ അടുത്തേക്ക് നടന്നു. വാതിൽ തുറന്ന് അയാൾ പറഞ്ഞു, കയറൂ നന്ദന. നന്ദന അത്ഭുതത്തോടെ അയാളെ നോക്കി. ഇത് അവൾ ചോദിച്ചു. കേശവൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഭയപ്പെടേണ്ട, നീ വാ, അയാൾ പറഞ്ഞു. നന്ദന പതുക്കെ കാറിൽ കയറി. കേശവൻ ഡ്രൈവർ സീറ്റിലിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്കകം കാർ മുന്നോട്ട് നീങ്ങി. വഴിയിലൂടെ പോകുമ്പോൾ നന്ദന ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവളുടെ മനസ്സിൽ അപ്പോഴും ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒരു ഭിക്ഷക്കാരൻ കാറിൽ യാത്ര ചെയ്യുന്നത് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ അവൾ ഒന്നും ചോദിച്ചില്ല. കാറ് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഗ്രാമവഴികൾ വിട്ട് മറ്റൊരു വലിയ റോഡിലേക്ക് തിരിഞ്ഞു. നന്ദനയുടെ മനസ്സിൽ ഭയം വീണ്ടും ഉയർന്നു. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? അവൾ പതുക്കെ ചോദിച്ചു. കേശവൻ ശാന്തനായി പറഞ്ഞു, കുറച്ചു ദൂരം കൂടിയുണ്ട്, പിന്നെ കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലാവും. ആ മറുപടി നന്ദനയുടെ മനസ്സിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കി. പക്ഷേ അവൾ ഒന്നും ചോദിച്ചില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കാർ ഒരു വലിയ വീടിന്റെ മുന്നിൽ നിർത്തി. ഉയർന്ന ഗേറ്റും വലിയ തോട്ടവുമുള്ള ഒരു ഭംഗിയുള്ള വീട്. അത് കണ്ടപ്പോൾ നന്ദനയ്ക്ക് അത്ഭുതം തോന്നി. അവൾ അത്തരമൊരു വീട് മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. കേശവൻ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്നു. വാ നന്ദന, അയാൾ പറഞ്ഞു. നന്ദന പതുക്കെ ഇറങ്ങി അയാളെ പിന്തുടർന്നു. അവർ അകത്തേക്ക് നടന്നു. വീടിന്റെ വാതിലിനരികിലെത്തിയപ്പോൾ അകത്തുനിന്ന് മറ്റൊരു വൃദ്ധൻ പുറത്തേക്ക് വന്നു. ഉയർന്ന ശരീരം, വെളുത്ത മുടി, ശാന്തമായ മുഖം. അയാളെ കണ്ടപ്പോൾ നന്ദന അല്പം ഭയപ്പെട്ടു. ആ വൃദ്ധൻ കുറച്ചു നിമിഷങ്ങൾ നന്ദനയെ നോക്കി നിന്നു. പിന്നെ ശാന്തനായി പറഞ്ഞു, അകത്തേക്ക് വാ മോളെ. അയാളുടെ ശബ്ദത്തിൽ ഒരു കരുണയുണ്ടായിരുന്നു. നന്ദനയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അവൾ പതുക്കെ അകത്തേക്ക് നടന്നു. അവളുടെ മനസ്സിൽ അപ്പോഴും അനവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് അറിയില്ലായിരുന്നു, ആ വീട്ടിനുള്ളിൽ തന്നെ അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു സത്യം ഉടനെ പുറത്തു വരാൻ പോവുകയാണെന്ന്. ആ വലിയ വീടിന്റെ അകത്ത് കയറുമ്പോൾ നന്ദനയ്ക്ക് ഒരു അന്യമായ ശാന്തത അനുഭവപ്പെട്ടു. പുറത്തുനിന്ന് കാണുന്നത് പോലെ തന്നെ വീടിന്റെ അകത്തളവും വളരെ വിശാലമായിരുന്നു. എന്നാൽ ആ ഭംഗിയൊന്നും അവളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കിയില്ല. അവളുടെ ഹൃദയം അപ്പോഴും ഭയവും ആശയക്കുഴപ്പവും കൊണ്ട് നിറഞ്ഞിരുന്നു. കേശവൻ അവളെ മുന്നോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഹാളിന്റെ നടുവിൽ വലിയ കസേരയിൽ ഇരിക്കുകയായിരുന്നു ആ വൃദ്ധൻ. അയാൾ പതുക്കെ എഴുന്നേറ്റ് നന്ദനയുടെ അടുത്തേക്ക് നടന്നു വന്നു. അയാളുടെ കണ്ണുകളിൽ ഒരു ഗൗരവവും കരുണയും കലർന്ന ഭാവമുണ്ടായിരുന്നു. ഭയപ്പെടേണ്ട മോളെ എന്ന് അയാൾ ശാന്തനായി പറഞ്ഞു. നന്ദന ഒന്നും പറയാതെ അയാളെ നോക്കി നിന്നു. അവൾക്ക് അതുവരെ ഒന്നും മനസ്സിലായിരുന്നില്ല. കുറച്ചു നിമിഷങ്ങൾ അവിടെ നിശബ്ദത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ വൃദ്ധൻ പതുക്കെ ചോദിച്ചു, നിന്റെ അച്ഛന്റെ പേര് സേതുമാധവനല്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ നന്ദനയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അവൾ അത്ഭുതത്തോടെ അയാളെ നോക്കി. അതെ എന്നവൾ പതുക്കെ മറുപടി പറഞ്ഞു. ആ മറുപടി കേട്ടപ്പോൾ വൃദ്ധന്റെ മുഖത്ത് ഒരു വികാരം തെളിഞ്ഞു. ഞാൻ നിന്റെ അച്ഛന്റെ പഴയൊരു സുഹൃത്താണ്. നന്ദനയുടെ കണ്ണുകൾ കൂടുതൽ വലുതായി. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പേര് ശിവരാമകൃഷ്ണൻ. നിന്റെ അച്ഛനും ഞാനും ഒരുമിച്ച് പഠിച്ചു വളർന്നവരാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അച്ഛനെ ഓർമ്മ വരുമ്പോൾ അവളുടെ മനസ്സ് കൂടുതൽ വേദനിച്ചു തുടങ്ങും. ശിവരാമകൃഷ്ണൻ കുറച്ചു നിമിഷങ്ങൾ മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ സംസാരിച്ചു തുടങ്ങി. നിന്റെ അച്ഛൻ വളരെ നല്ല മനുഷ്യനായിരുന്നു. മറ്റുള്ളവർക്കായി ജീവിച്ച മനുഷ്യൻ. അയാളുടെ ശബ്ദത്തിൽ പഴയ ഓർമ്മകളുടെ ഭാരമുണ്ടായിരുന്നു. അവൻ പലപ്പോഴും നിന്റെ കാര്യമാണ് എന്നോട് പറയാറുള്ളത്. എന്റെ മകൾ വളരെ നിഷ്കളങ്കയാണ്, അവൾക്ക് ഒരിക്കലും കഷ്ടം വരരുത് എന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദന കരയാൻ തുടങ്ങി. അവൾക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ശിവരാമകൃഷ്ണൻ അവളെ ശാന്തനായി നോക്കി. അവൻ മരിച്ച വാർത്ത കേട്ടപ്പോൾ ഞാൻ വളരെയധികം ദുഃഖിച്ചു. പക്ഷേ പിന്നെ നിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ എന്റെ മനസ്സ് കൂടുതൽ വേദനിച്ചു. നന്ദന അയാളെ നോക്കി. എന്റെ അവസ്ഥ? അവൾ ചോദിച്ചു. ശിവരാമകൃഷ്ണൻ തലയാട്ടി. അതെ, നീ അവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്കറിയാം. നിന്നെ എത്ര കഷ്ടപ്പെടുത്തുന്നു എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയ്ക്ക് കരച്ചിലടക്കാനായില്ല. അവൾക്ക് തോന്നി ആരൊക്കെയോ ആദ്യമായി തന്റെ വേദന മനസ്സിലാക്കി തുടങ്ങിയെന്ന്. ശിവരാമകൃഷ്ണൻ വീണ്ടും പതുക്കെ സംസാരിച്ചു തുടങ്ങി. അതിനാലാണ് ഞാനൊരു തീരുമാനമെടുത്തത്, നിന്നെ അവിടെ നിന്നും രക്ഷിക്കണമെന്ന്. നന്ദന അത്ഭുതത്തോടെ അയാളെ നോക്കി. പക്ഷേ ഈ വിവാഹം? അവൾ വിറച്ച ശബ്ദത്തിൽ ചോദിച്ചു. ശിവരാമകൃഷ്ണൻ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, അതായിരുന്നു അതിനുള്ള വഴി. അയാൾ കേശവനെ നോക്കി. ഇവൻ എനിക്കറിയാവുന്ന ആളാണ്. ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം ഇവൻ മടിച്ചു, പക്ഷേ ഒടുവിൽ സമ്മതിച്ചു. നന്ദന പതുക്കെ കേശവനെ നോക്കി. അയാൾ അപ്പോഴും ശാന്തനായി അവിടെ നിന്നു. അയാളുടെ മുഖത്ത് യാതൊരു വികാരവും കാണാനായില്ല.
നന്ദനയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. പക്ഷെ ഒരു കാര്യം മാത്രം അവൾക്ക് മനസ്സിലായി. തന്റെ ജീവിതം ഇപ്പോൾ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ശിവരാമകൃഷ്ണൻ വീണ്ടും പറഞ്ഞു, ഇനി നീ ഇവിടെ സുരക്ഷിതയാണ് മോളെ. നിന്നെ ഇനി ആരും കഷ്ടപ്പെടുത്തില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയുടെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം തോന്നി. പക്ഷേ അവളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു വലിയ സംശയം ബാക്കി നിന്നു. എന്റെ ജീവിതം ഇനി എങ്ങനെയാവും എന്ന ചിന്ത അവളെ അലട്ടുകയായിരുന്നു. അവൾക്കറിയില്ലായിരുന്നു ഈ കഥയുടെ ഏറ്റവും വലിയ രഹസ്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലെന്ന്. ശിവരാമകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ നന്ദനയുടെ മനസ്സിൽ ഒരു പുതിയ ചിന്ത ഉണർത്തി. ഇതുവരെ ആരും അവളെക്കുറിച്ച് ഇങ്ങനെ കരുതിയിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. കുറച്ചു നിമിഷങ്ങൾ അവൾ നിശബ്ദമായി നിന്നു. പിന്നെ പതുക്കെ ചോദിച്ചു, എന്റെ അച്ഛനെ നിങ്ങൾക്ക് ശരിക്കും അറിയാമായിരുന്നോ? ശിവരാമകൃഷ്ണൻ ശാന്തനായി തലയാട്ടി. അതേ മോളെ, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. നിന്റെ അച്ഛൻ പലപ്പോഴും നിന്നെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾക്ക് അച്ഛന്റെ മുഖം ഓർമ്മയിൽ വന്നു. അവൻ ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇത്ര കഷ്ടം വരില്ലായിരുന്നു മോളെ, ശിവരാമകൃഷ്ണൻ ശാന്തനായി പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ ഒരു ദുഃഖമുണ്ടായിരുന്നു. നന്ദന തല കുനിച്ചു നിന്നു. അവളുടെ മനസ്സിൽ പഴയ ഓർമ്മകളെല്ലാം വന്നു. അച്ഛന്റെ ചിരി, അമ്മയുടെ സ്നേഹം, ആ വീട്ടിലെ പഴയ സന്തോഷം എല്ലാം അവൾക്ക് വീണ്ടും ഓർമ്മയായി മാത്രം നിന്നു. പക്ഷേ ഇപ്പോൾ അവൾ മറ്റൊരു വീട്ടിൽ നിൽക്കുകയാണ്. ജീവിതം എങ്ങനെ ഇങ്ങനെ മാറി എന്നത് അവൾക്ക് മനസ്സിലാകുന്നില്ല. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ശിവരാമകൃഷ്ണൻ പറഞ്ഞു, ഇനി പഴയ കാര്യങ്ങൾ ഓർത്ത് കരയണ്ട. നിനക്ക് മുന്നിൽ ഒരു പുതിയ ജീവിതമുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദന അയാളെ നോക്കി. അവളുടെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ തെളിഞ്ഞു. അതിനുശേഷം ശിവരാമകൃഷ്ണൻ അവളെ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ നീ കുറച്ചു ദിവസമെങ്കിലും വിശ്രമിക്കണം, അയാൾ പറഞ്ഞു. നന്ദന പതുക്കെ അകത്തേക്ക് നടന്നു. ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവളെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. അവൾക്കത് വളരെ പുതുമയായിരുന്നു. ഇതുവരെ ആരും അവളോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. കുറച്ചു സമയം കഴിഞ്ഞ് അവൾ ഒരു മുറിയിലിരുന്നു. അവളുടെ മനസ്സിൽ അപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കേശവനെ കുറിച്ച്. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. തോട്ടത്തിന്റെ ഒരു വശത്ത് കേശവൻ നിശബ്ദനായി നടക്കുന്നത് അവൾ കണ്ടു. അവൻ പതിവ് പോലെ ശാന്തനായിരുന്നു. അവന്റെ മുഖത്ത് ഒന്നും പ്രകടമാകാത്ത ഒരു ഗൗരവമുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവൻ അകത്തേക്ക് വന്നു. നന്ദന അവനെ നോക്കി. അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നി. ഒടുവിൽ അവൾ പറഞ്ഞു, നിങ്ങൾ എനിക്കായി ഇത്ര വലിയ കാര്യം ചെയ്തത് എന്തിനാണ്? കേശവൻ കുറച്ചു നിമിഷങ്ങൾ മിണ്ടാതെ നിന്നു. പിന്നെ ശാന്തനായി പറഞ്ഞു, ചിലപ്പോൾ മറ്റൊരാളുടെ ജീവിതം രക്ഷിക്കാൻ ചെറിയൊരു സഹായം മതിയാവും. ആ മറുപടി നന്ദനയെ ആശ്ചര്യപ്പെടുത്തി. അവൾ കൂടുതൽ ഒന്നും ചോദിച്ചില്ല. എന്നാൽ അവളുടെ മനസ്സിൽ അയാളോട് ഒരു ബഹുമാനം വളരാൻ തുടങ്ങി. ദിവസങ്ങൾ പതുക്കെ കടന്നുപോയി. ആ വീട്ടിൽ നന്ദനയ്ക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങി. അവളെ ആരും ശാസിച്ചില്ല. അവൾക്ക് വിശ്രമിക്കാൻ സമയമുണ്ടായിരുന്നു. ചിലപ്പോൾ അവൾ തോട്ടത്തിലൂടെ നടന്നു. ശാന്തമായ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ അവൾക്ക് പഴയ വേദനകൾ അല്പം കുറയുന്നതുപോലെ തോന്നി. ശ്രീരാമകൃഷ്ണൻ പലപ്പോഴും അവളോട് സംസാരിക്കാറുണ്ട്. അവളുടെ ഭാവിയെക്കുറിച്ച് ചോദിക്കും. നിനക്ക് എന്താവണമെന്നായിരുന്നു ആഗ്രഹം? അയാൾ ചോദിച്ചു. ആ വാക്കുകൾ നന്ദനയെ ചിന്തിപ്പിച്ചു. ഇതുവരെ ആരും അവളുടെ ഭാവിയെക്കുറിച്ച് ചോദിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവളുടെ മുന്നിൽ പുതിയ വഴികൾ തുറക്കുന്നത് പോലെ തോന്നി. ഒരു വൈകുന്നേരം ശ്രീരാമകൃഷ്ണൻ അവളെ വിളിച്ചു. അവൾ അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ ശാന്തനായി പറഞ്ഞു, മോളെ, നാളെ നമുക്ക് നിന്റെ പഴയ വീട്ടിലേക്ക് പോകണം. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദനയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അവിടേക്കോ? അവൾ ആശങ്കയോടെ ചോദിച്ചു. ശിവരാമകൃഷ്ണൻ തലയാട്ടി. അതെ, ചില കാര്യങ്ങൾ അവിടെ തീർക്കാനുണ്ട്, അയാൾ പറഞ്ഞു. നന്ദന ഒന്നും പറഞ്ഞില്ല. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവളുടെ മനസ്സിൽ ഭയവും ആശയക്കുഴപ്പവും വീണ്ടും ഉയർന്നു. എന്നാൽ അവൾക്കറിയില്ലായിരുന്നു അടുത്ത ദിവസം നടക്കാൻ പോകുന്നത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന സത്യത്തെ പുറത്തു കൊണ്ടുവരുന്ന നിമിഷമായിരിക്കുമെന്ന്. അടുത്ത ദിവസം രാവിലെ നന്ദനയുടെ മനസ്സിൽ പലതരം ചിന്തകൾ നിറഞ്ഞിരുന്നു. ശിവരാമകൃഷ്ണൻ പറഞ്ഞതുപോലെ അവർ നരന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. അവൾക്ക് അവിടെ പോകണമെന്ന് മനസ്സിലായിരുന്നു. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ അവൾക്ക് കൗതുകവുമുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവർ കാറിൽ കയറി യാത്ര തുടങ്ങി. വഴിയിലുടനീളം നന്ദന മിണ്ടാതിയിരുന്നു. ജനാലയ്ക്കൽ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പഴയ ഓർമ്മകളിൽ മുഴുകി. ഒരിക്കൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ വീട്ടിലേക്ക് ഇപ്പോൾ വീണ്ടും പോവുകയാണ്. എന്നാൽ ഈ പ്രാവശ്യം അവൾ പഴയ നന്ദനയല്ല. അവളുടെ ജീവിതം ഇതിനകം തന്നെ മാറി തുടങ്ങിയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് കാറ് നരന്റെ വീടിന് മുന്നിൽ നിർത്തി. വീട്ടുമുറ്റത്ത് ലക്ഷ്മി നിന്നിരുന്നു. വലിയ കാറ് വീടിന്റെ മുന്നിൽ നിർത്തിയത് കണ്ടപ്പോൾ അവൾ അത്ഭുതത്തോടെ നോക്കി. ആരായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നായിരുന്നു അവളുടെ ആദ്യ ചോദ്യം.
അതേസമയം കാറിന്റെ വാതിൽ തുറന്ന് ആദ്യം ഇറങ്ങിയത് ശിവരാമകൃഷ്ണനായിരുന്നു. പിന്നെ നന്ദന ഇറങ്ങി. അവളെ കണ്ട നിമിഷം ലക്ഷ്മി ഞെട്ടി. അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരിക്കൽ അവൾ തന്നെ വീട്ടിൽ നിന്ന് അയച്ച നന്ദന ഇപ്പോൾ വലിയ കാറിൽ തിരിച്ചെത്തിയിരിക്കുന്നു. കുറച്ചു നിമിഷം ആരും ഒന്നും പറഞ്ഞില്ല. അതേസമയം കേശവനും കാറിൽ നിന്നിറങ്ങി. മുറ്റത്ത് ഒരു നിശബ്ദത പടർന്നു. ലക്ഷ്മിയുടെ മുഖത്ത് ആശങ്ക തെളിഞ്ഞു. ഇവിടെ എന്താണ് നടക്കുന്നത്? അവൾ ചോദിച്ചു. രാമകൃഷ്ണൻ മുന്നോട്ട് വന്നു. അയാളുടെ ശബ്ദം ശാന്തമായിരുന്നു. നന്ദനയെ ഓർക്കുന്നുണ്ടല്ലോ? അയാൾ ചോദിച്ചു. ലക്ഷ്മി ഒന്നും പറയാതെ നിന്നു. നന്ദനയുടെ കണ്ണുകൾ നരനെ തേടി. അയാൾ വാതിലിനരികിൽ നിന്നിരുന്നു. അയാളുടെ മുഖത്ത് കുറ്റബോധം വ്യക്തമായിരുന്നു. കുറച്ചു നിമിഷം കഴിഞ്ഞ് ശിവരാമകൃഷ്ണൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ അവളെ എങ്ങനെ ജീവിപ്പിച്ചുവെന്ന് എനിക്കറിയാം. ആ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മി അസ്വസ്ഥയായി. അത് ഞങ്ങളുടെ വീട്ടിലെ കാര്യം അവൾ കടുപ്പമായി പറഞ്ഞു. ശിവരാമകൃഷ്ണൻ ശാന്തനായി ചിരിച്ചു. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്, അയാൾ പറഞ്ഞു. പിന്നെ അയാൾ കേശവനെ നോക്കി. ഇനി സത്യം പറയേണ്ട സമയമായിട്ടുണ്ട്, അയാൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദന ആശ്ചര്യത്തോടെ കേശവനെ നോക്കി. കേശവൻ കുറച്ചു നിമിഷങ്ങൾ മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ തന്റെ താടിയും പഴയ വേഷവും മാറ്റി. അടുത്ത നിമിഷം എല്ലാവരും കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. അവരുടെ മുന്നിൽ നിന്നത് ഒരു യുവാവായിരുന്നു. ആത്മവിശ്വാസമുള്ള മുഖം, ശാന്തമായ കണ്ണുകൾ. ലക്ഷ്മിയും നരനും വിറച്ചു. ഇതെന്താണ്? ലക്ഷ്മി ചോദിച്ചു. ശിവരാമകൃഷ്ണൻ ശാന്തനായി പറഞ്ഞു, ഇവൻ എന്റെ മകൻ ആദിത്യ. ആ വാക്കുകൾ കേട്ടപ്പോൾ മുറ്റത്ത് വീണ്ടും നിശബ്ദത പടർന്നു. നന്ദന പോലും ഒരു നിമിഷം ശ്വാസം പിടിച്ചു. ഇതുവരെ ഒരു വൃദ്ധനായി കണ്ടിരുന്ന കേശവൻ യഥാർത്ഥത്തിൽ ഒരു യുവാവാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആദിത്യ അവളെ നോക്കി ശാന്തനായി പറഞ്ഞു, നിനക്ക് സത്യം നേരത്തെ പറയാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. നന്ദനയുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. പക്ഷേ അത് വേദനയുടെ കണ്ണുനീരല്ലായിരുന്നു, അത് അത്ഭുതത്തിന്റെ കണ്ണുനീരായിരുന്നു. ശിവരാമകൃഷ്ണൻ നരനെയും ലക്ഷ്മിയെയും നോക്കി. നിങ്ങൾ അവളെ ഒരു ഭിക്ഷക്കാരനോട് വിവാഹം കഴിപ്പിച്ചു എന്ന് കരുതിയല്ലോ, പക്ഷേ അവളുടെ ജീവിതം നശിക്കാൻ ഞാൻ അനുവദിച്ചില്ല, അയാൾ പറഞ്ഞു. ലക്ഷ്മിയുടെ മുഖം നിറം കെട്ടു. നരൻ തലകുനിച്ചു. അവർക്ക് പറയാൻ ഒന്നുമില്ലായിരുന്നു. നന്ദന പതുക്കെ മുന്നോട്ട് വന്നു. ഒരിക്കൽ അവൾ ഈ വീട്ടിൽ കരഞ്ഞുകൊണ്ട് നിന്നിരുന്നു. ഇന്ന് അവൾ ആത്മവിശ്വാസത്തോടെ നിൽക്കുകയാണ്. അവൾ ലക്ഷ്മിയെ നോക്കി. ചേച്ചി, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, അവൾ ശാന്തയായി പറഞ്ഞു. പക്ഷേ എന്റെ ജീവിതം ഇനി ഞാൻ തീരുമാനിക്കും. ആ വാക്കുകൾ കേട്ടപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. കുറച്ചു നിമിഷം കഴിഞ്ഞ് നന്ദന തിരിഞ്ഞ് കാറിലേക്ക് നടന്നു. ആദിത്യയും ശിവരാമകൃഷ്ണനും അവളെ പിന്തുടർന്നു. കാറ് പതുക്കെ മുന്നോട്ട് നീങ്ങി. നന്ദന ജനാലയ്ക്കൽ പുറത്തേക്ക് നോക്കി. അവളുടെ മനസ്സിൽ ഒരു പുതിയ സമാധാനമുണ്ടായിരുന്നു. ഒരിക്കൽ കരഞ്ഞുകൊണ്ട് വിട്ടുപോയ ജീവിതം ഇപ്പോൾ പിന്നിലേക്ക് മറയുകയാണ്. അവളുടെ മുന്നിൽ ഒരു പുതിയ ജീവിതം തുറക്കുകയാണ്. ഇപ്പോൾ അവൾക്ക് ഭയമില്ലായിരുന്നു, കാരണം അവൾ തലയുയർത്തി ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു.